ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും രണ്ട് മക്കളും കൂടി ഇന്ന് പുറത്തോട്ടൊന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും മോൻ വന്നിട്ട് ബാക്കിലിരുന്ന ഒരു ചെറിയ പിണക്കമൊക്കെ ആയിരുന്നു. അവന് സൈഡിലത്തെ ഗ്ലാസ് തുറന്നിട്ട് അവൻ കൈ വെടിയിലിട്ട്. അപ്പോഴത്തേനും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ചെറിയ ഡോസ് കൊടുത്ത്. അതിൻ്റെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അയത്തിൽ കൂടിപ്പോയി അവിടെ വേണ്ട മേൽപ്പാലമൊക്കെ കയറുന്നുണ്ട്. അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ മോളാണ്. അവൻ്റെ അടുത്ത് ഞാൻ പിന്നെയും ക്യാമറ കാണിച്ചു കൊടുത്തപ്പോൾ അവന് പിന്നെയും അവൻ്റെ കയറും മാറിയില്ല. അങ്ങനെ നേരെ നമ്മൾ സ്റ്റുഡിയോയിലാണ് പോകുന്നത്. മക്കൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. എല്ലാം ചീത്തയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് മക്കൾ ഇതുവരെ പോയിട്ടില്ല, ചേട്ടനും പോയിട്ടില്ല, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ നോക്കി. പക്ഷേ ബില്ലിംഗ് സെക്ഷനിൽ നമ്മൾ പേ ചെയ്യുന്നിടത്ത് ഭയങ്കര ആൾ കാരണം ചേട്ടന് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും എടുത്തില്ല. എല്ലാം എടുത്ത്, പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾ. അങ്ങനെ പിന്നെ കാറിൻ്റെ അടുത്തോട്ട് പോയി. റോഡിലൊക്കെ കിടന്നങ്ങ് കളിയാണ്. ഞാൻ പറഞ്ഞു അടങ്ങി ഇരിയ റോഡിൽ വണ്ടിയൊക്കെ പോകുന്നതാണെന്ന് പറഞ്ഞ്. മക്കളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നും നോക്കാൻ, ടോപ്പൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ മോൻ എന്തൊക്കെയോ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കാത് കുത്താൻ പോകണം. അങ്ങനെ നേരെ കാത് കുത്താൻ പോയി. അതിൻ്റെ ഷോർട്സ് നമ്മൾ ചെറിയൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നു. ഞാൻ കുറച്ച് ഇരുന്ന് കരഞ്ഞു കേട്ടോ. അങ്ങനെ കരഞ്ഞിട്ട് കുറച്ച് നേരം ടോപ്പൊന്നും നോക്കാൻ സമയം കിട്ടിയില്ലല്ലോ. അങ്ങനെ കുറച്ച് കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മോന് കാതൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ പിന്നെ നേരെ പോയത് കേക്ക് ആൻഡ് കേക്ക്സ്. അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി. അവന് ഐസ്ക്രീം മതി, ഐസ്ക്രീം അല്ല, അവന് ഫെലൂഡ വേണമെന്ന് പറഞ്ഞു. മോക്ക് വന്നിട്ട് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. എനിക്കും രണ്ട് ഫെലൂഡ പറഞ്ഞു. ആ സമയം കൊണ്ട് ഫെലൂഡ കുറച്ച് താമസിക്കുമല്ലോ. ആ സമയം കൊണ്ട് ചേട്ടനൊരു പപ്സ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവൻ പപ്സ് മേടിച്ച് തിന്ന്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു. ഐസ്ക്രീം കൊണ്ടുവന്നപ്പോൾ അതിനകത്തൊന്നും അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നമായിരുന്നു. ഐസ്ക്രീം വേണം. പിന്നെ അത് കൈ വെച്ചെടുത്ത് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ വെയിറ്റ് ചെയ്യത്തില്ല. അവന് പെട്ടെന്ന് കാര്യം കിട്ടണം. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടനൊരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്ത് അതിനകത്ത് കുടിച്ചു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് കുടിച്ചാൽ നീ ഫെലൂഡ കഴിക്കുമോ? അത് കഴിക്കും. എന്നിട്ടും എന്തുപോ പെട്ടെന്ന് വയറ് നിറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്കും പറഞ്ഞില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവളെ ഇന്ന് പിന്നെ ഐസ്ക്രീം ചോദിച്ച് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ കഴ ഫുള്ള് ഇളക്കി മറിക്കും. അതുകൊണ്ട് പിന്നെ അവന് ചെറി വേണം. അതിനകത്ത് ചെറി ഉണ്ടായിരുന്നു. ചെറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ചെറി കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് അവന് ചെറി വേണം. എന്നിട്ട് ചെറി കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ മോന്തി അങ്ങോട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. ഒരു മാതിരി അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫെലൂഡ വന്നു. ഫെലൂഡയ്ക്ക് അത് ചെറി ഉണ്ടായിരുന്നു. അങ്ങനെ ചെറി വേണ്ടെന്നൊരു അച്ഛനെടുത്ത് മാറ്റിക്കൊടുത്തു. അങ്ങനെ ഫെലൂഡ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം അവൻ പിന്നെ ചേച്ചിക്ക് ചിക്കൻ റോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് ഫെലൂഡ ഞാൻ കഴിച്ചു. എനിക്ക് തന്നു. ഫെലൂഡ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ റോളിനകത്ത് ഫുള്ള് സോസ് ഒഴിച്ച് കുളിപ്പിച്ച് എന്നിട്ടാണ് അവൻ കഴിക്കുന്നത്. അവൻ്റെ അടുത്ത് പറഞ്ഞിടാ, അത് കുറച്ച് കഴി കേൾക്കത്തില്ല. ആളുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കേൾക്കത്തില്ല.